നമസ്കാരം. പ്രവാസി ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം. മലയാളിയുടെ മനസ്സിലെ അർത്ഥദീർഘമായ ആ ദയാക്ഷരം MD എന്ന എഴുത്തിന്റെ മഹാപ്രതിഭ യാത്രയായി. മലയാളിയുടെ ഹൃദയത്തിൽ കഥകൾ മെനഞ്ഞ, മനസ്സിൽ നോവൽ രചിച്ച എഴുത്തിന്റെ കുലപതി MD വാസുദേവൻ നായർ അന്തരിച്ചു. 91 വയസ്സായിരുന്നു. ഡിസംബർ 25 രാത്രി 10ഓടെ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലായിരുന്നു MD വാസുദേവൻ നായരുടെ അന്ത്യം. MDയോടുള്ള ആദരസൂചകമായി ഡിസംബർ 26, 27 തീയതികളിൽ സംസ്ഥാന സർക്കാർ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു. 25 ചേരാനിരുന്ന മന്ത്രിസഭാ യോഗം ഉൾപ്പെടെ എല്ലാ സർക്കാർ പരിപാടികളും മാറ്റിവെക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉത്തരവിട്ടു. പൊതു ശ്മശാനത്തിലാണ് സംസ്കാരം നടക്കുന്നത്. MDയുടെ ആഗ്രഹപ്രകാരം പൊതുദർശനം ഒഴിവാക്കും. എല്ലാ അർത്ഥത്തിലും വിസ്മയമായിരുന്നു, ഇതിഹാസമായിരുന്നു MD എന്ന മനുഷ്യൻ. മനുഷ്യന്റെ മനോവ്യതയും സംഘർഷവും സമ്മേളിക്കുന്ന അക്ഷര നക്ഷത്രങ്ങളുടെ ഭാവതീവ്രത തലമുറകൾക്ക് പകർന്നു നൽകിയ എഴുത്തിന്റെ പുണ്യം. സാഹിത്യവും സിനിമയും പത്രപ്രവർത്തനവുമടക്കം കൈവച്ചതെല്ലാം പൊന്നാക്കിയ സർഗ തീവ്രതയുടെ ആൾരൂപം. മുഖവുരകൾ ആവശ്യമില്ലാത്ത, സമാനതകളില്ലാത്ത വൈഭവം. കണ്ണാടിയിൽ എന്ന പോലെ മലയാളി സ്വയം പ്രതിഫലിക്കുന്ന കഥാപാത്രങ്ങളെ സൃഷ്ടിച്ച സൂക്ഷ്മത. അങ്ങനെ എന്തു പറഞ്ഞാലും വിശേഷിപ്പിച്ചാലും മതിയാവില്ല MD എന്ന അക്ഷര നായകന്. നൃത്താധ്യാപിക കലാമണ്ഡലം സരസ്വതിയാണ് ഭാര്യ. US ബിസിനസ് എക്സിക്യൂട്ടീവായ സിത്താര, നർത്തകിയും സംവിധായികയുമായ അശ്വതി എന്നിവർ മക്കളാണ്. സഞ്ജയ് ഗീർമെ, ശ്രീകാന്ത് നടരാജൻ എന്നിവർ മരുമക്കളാണ്. അധ്യാപികയും വിവർത്തകയുമായിരുന്ന പരേതയായ പ്രമീള നായർ ആണ് ആദ്യ ഭാര്യ. സംസ്കാരം വ്യാഴാഴ്ച കോഴിക്കോട് മാവൂർ റോഡ് ശ്മശാനത്തിൽ നടക്കും. 1933 ജൂലൈ 15 പൊന്നാനി താലൂക്കിലെ കൂടല്ലൂരിലായിരുന്നു മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്ന MD വാസുദേവൻ നായർ ജനിച്ചത്. പുന്നയൂർക്കുളം T നാരായണൻ നായരും അമ്മാളും അമ്മയുമാണ് മാതാപിതാക്കൾ. സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്ന് 1953 രസതന്ത്രത്തിൽ ബിരുദം നേടി. കുറച്ചുകാലം അധ്യാപകനായി. തുടർന്ന് 56 പത്രപ്രവർത്തകനായി മാതൃഭൂമിയിൽ ചേർന്നു. നോവൽ, ചെറുകഥ, തിരക്കഥ, നാടകം, ബാലസാഹിത്യം, യാത്രാ വിവരണം, ലേഖനം എന്നിങ്ങനെ എഴുത്തിന്റെ സമസ്ത രൂപങ്ങളിലും ചിരപ്രതിഷ്ഠ നേടി സ്വന്തം കയ്യൊപ്പ് ചാർത്തിയ MD എല്ലാ നിലയിലും അതുല്യനാണ്. മലയാള സിനിമയിലെ ക്ലാസിക് സിനിമകളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്ന നിർമ്മാല്യം ഉൾപ്പെടെ 6 സിനിമകളും 2 ഡോക്യുമെന്ററികളും സംവിധാനം ചെയ്തിട്ടുണ്ട്. 2006 രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചു. ജ്ഞാനപീഠം കയറിയ എഴുത്തുകാരൻ, എഴുത്തച്ഛൻ പുരസ്കാരം, വയലാർ അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വള്ളത്തോൾ പുരസ്കാരം, JC ദാനിയേൽ പുരസ്കാരം എന്നിവയടക്കം എണ്ണമറ്റ ബഹുമതികൾ നേടി തിരക്കഥയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് 4 തവണയും സംസ്ഥാന ചലച്ചിത്ര അവാർഡ് 11 തവണയും നേടി മികച്ച സംവിധായകനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 3 തവണയും ലഭിച്ചു. വായനയിലും എഴുത്തിലും താല്പര്യം കാണിച്ച MD ആദ്യകാലത്ത് കവിതയാണ് എഴുതിയിരുന്നത്. പിന്നീട് ഗദ്യത്തിലേക്ക് വഴിമാറിയ എഴുത്തുകാരൻ വിക്ടോറിയ കോളേജിലെ പഠനകാലത്ത് വായനയും എഴുത്തും ലഹരിയാക്കി മാറ്റി. രക്തം പുരണ്ട മൺതരികൾ എന്ന ആദ്യ കഥാസമാഹാരം അക്കാലത്താണ് പ്രസിദ്ധീകരിച്ചത്. കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് കുറച്ചുനാൾ അധ്യാപകനായും ഗ്രാമസേവകനായും ജോലി ചെയ്തു. തുടർന്ന് മാതൃഭൂമിയിൽ ചേർന്ന് നാലുകെട്ട് എന്ന പുസ്തക രൂപത്തിൽ വന്ന ആദ്യ നോവൽ അതിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. മലയാളത്തിലെ സാഹിത്യ പത്രപ്രവർത്തനത്തെ പുതിയ ദിശയിലേക്ക് നയിക്കാൻ MDക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു വലിയ നേട്ടം. മലയാളത്തിൽ പിൽക്കാലത്ത് തലയെടുപ്പുള്ളവരായി വളർന്ന മിക്ക എഴുത്തുകാരെയും പ്രോത്സാഹിപ്പിച്ചതും അവരുടെ രചനകൾ പ്രസിദ്ധീകരിച്ചതും MD ആയിരുന്നു. 1965 മുറപ്പെണ്ണെന്ന ചെറുകഥ തിരക്കഥയാക്കിയാണ് സിനിമയിലെ തുടക്കം. ആദ്യ സംവിധാന സംരംഭമായ നിർമ്മാല്യത്തിന്റെ സൃഷ്ടിയിൽ രാഷ്ട്രപതിയുടെ സ്വർണ്ണ പതക്കം ലഭിച്ചു. 50ലേറെ സിനിമകൾക്ക് തിരക്കഥ എഴുതി. അവയിൽ പലതും ദേശീയ, സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും നേടി. മിക്കതും വാണിജ്യ വിജയങ്ങളായി വൻ വിജയം കൊയ്തു. പ്രധാന കൃതികൾ കാലം, നാലുകെട്ട്, അസുരവിത്ത്, രണ്ടാമൂഴം, മഞ്ഞ്, പാതിരാവും പകൽ വെളിച്ചവും, ഇരുട്ടിന്റെ ആത്മാവ്, ഓളവും തീരവും, കുട്ടിയടത്തി, സ്വർഗം തുറക്കുന്ന സമയം, വാനപ്രസ്ഥം, ദാറസ്സലാം, ഓപ്പോൾ, നിന്റെ ഓർമ്മയ്ക്ക്, ഓളവും തീരവും, മുറപ്പെണ്ണ്, വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ, വൈശാലി, ഒരു വടക്കൻ വീരഗാഥ, പെരുന്തച്ചൻ, താഴ്വാര സുഹൃതം, പരിണയം, കാതികന്റെ കല, അങ്ങനെ നീണ്ട നിര തന്നെയുണ്ട്. MDയുടെ നോവലുകളിലെ പല കഥാപാത്രങ്ങളും ഒന്നിന്റെ തുടർച്ചകളാണെന്ന് പറയാം. പകരം വയ്ക്കാനില്ലാത്ത അതുല്യ പ്രതിഭയായാണ്
അദ്ദേഹം യാത്രയായത്. മലയാളത്തിന്റെ വാക്കും മനസ്സുമായിരുന്ന MD കവിത എഴുതാത്ത കവി എന്ന് അദ്ദേഹത്തെ വിളിച്ചവരുണ്ട്. എന്നാൽ മലയാള കഥയെ, നോവൽ സാഹിത്യത്തെ കവിതയുടെ ലാവണ്യത്തിന്റെ പട്ടുധരിപ്പിച്ച് ഭാഷാ വസന്തമാക്കിയ എഴുത്തുകാരനാണ് MD ക്ക് സമം വയ്ക്കാൻ MD മാത്രം. കണ്ണാടിയിൽ എന്ന പോലെ മലയാളി സ്വയം പ്രതിഫലിക്കുന്ന കഥാപാത്രങ്ങളായിരുന്നു MDയുടേത്. അദ്ദേഹത്തിന്റെ കരസ്പർശനങ്ങളെല്ലാം മലയാളി ഏറ്റുവാങ്ങി സാഹിത്യം സിനിമയുടെ രൂപത്തിൽ മലയാളിക്ക് മറക്കാനാവാത്ത വിസ്മയമായി. സാഹിത്യം, സിനിമ, പത്രപ്രവർത്തനം തുടങ്ങി തൊട്ടതെല്ലാം പൊൻ സൂര്യനാക്കി. മലയാളത്തെ വിസ്മയിപ്പിച്ച മഹാനായ എഴുത്തുകാരൻ MD വാസുദേവൻ നായർ ഇനി ഓർമ്മകളുടെ നാലുകെട്ടിൽ ആവും മയങ്ങുക. 1958 MDയുടെ നാലുകെട്ട് എന്ന നോവൽ പ്രസിദ്ധീകരിച്ചത്. പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യ നോവലിന് തന്നെ കേരള സാഹിത്യ പുരസ്കാരം ലഭിച്ചു. 1973 ആദ്യമായി സംവിധാനം ചെയ്ത നിർമ്മാലി എന്ന ചിത്രത്തിന് രാഷ്ട്രപതിയുടെ സ്വർണ്ണ പതക്കം നേടിയതും ആർക്കും മറക്കാനാവില്ല. പിന്നീട് കുട്ടിയടത്തി, ഓപ്പോൾ തുടങ്ങിയ ചെറുകഥകൾ സ്വന്തമായ ഒരു ഭാഷയും ശൈലിയുമുള്ള കഥാകൃത്ത് എന്ന മേൽവിലാസം MDക്ക് നേടിക്കൊടുത്തു. നാലുകെട്ട് എന്ന നോവലാണ് MDക്ക് മലയാള സാഹിത്യത്തിന്റെ മുൻനിരയിൽ എത്തിച്ചത്. പിന്നീട് ഭീമനെ കഥാപാത്രമാക്കിയുള്ള രണ്ടാമൂഴം എന്നും വായിക്കപ്പെടേണ്ട മലയാള കൃതികളുടെ പട്ടികയിൽ ഇടം പിടിച്ചു. MDയുടെ ഭാവസാന്ദ്രമായ ഓരോ രചനയ്ക്ക് പിന്നിലും മിടിക്കുന്ന ഒരു ജീവിതം മറഞ്ഞിരിപ്പുണ്ട്. കഥയിൽ തെളിയുന്ന ഓരോ കഥാപാത്രത്തിന് പിന്നിലും ജീവിച്ചിരിക്കുന്ന ഒരു നാട്ടിൻ പുറത്തുകാരനുമുണ്ട്. അതേസമയം സഹോദരിമാരില്ലാത്തതിന്റെ ദുഃഖം കുട്ടിക്കാലത്ത് അനുഭവിച്ചിരുന്നതിനെപ്പറ്റി MD തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. യൂറോപ്പിലെ പ്രശസ്തമായ ഫ്രാങ്ക്ഫർട്ട് ബുക്ക് മെസ്സയിൽ 2007 പങ്കെടുക്കാനെത്തിയ MDയുമായിട്ട് നേരിട്ട് കാണാൻ ഇടയായത് പ്രവാസി ഓൺലൈന്റെ ജീവിതത്തിലെ ഒരു അസുലഭ മുഹൂർത്തമായി കണക്കാക്കുകയാണ്. എഴുത്തിന്റെ കുലപതിയും മലയാളത്തിന്റെ സുഹൃതവുമായി 7.5 പതിറ്റാണ്ടുകാലം വാക്കുകളുടെ, കഥകളുടെ, നോവലുകളുടെ വിസ്മയം തീർത്ത MD എന്ന രണ്ടക്ഷര ഭീഷ്മാചാര്യന്റെ സ്മരണയ്ക്ക് മുന്നിൽ കൂപ്പുകൈകളോടെ പ്രണാമം. ഇതോടെ ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞാൻ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈൻ.com സന്ദർശിക്കുക. അതുപോലെ സംഗീതം ആസ്വദിക്കാൻ കുമ്പിൾ ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.